നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. ബാർ സമയമാറ്റത്തിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി. എക്സൈസ് മന്ത്രിയുടെ കൈവശമുള്ള ഫയലുകൾ വിളിച്ചുവരുത്തി. ഫയൽ നീക്കവും വേഗത്തിൽ. സമയമാറ്റം ബാർ ഉടമകളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലെന്നും രേഖകൾ. സമയം നീട്ടിയതിനെതിരെ KCBCയും ഓർത്തഡോക്സ് സഭയും. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2 കേസിലും തന്ത്രിക്ക് ജാമ്യം. തന്ത്രിക്ക് നേരിട്ട് പങ്കാളിത്തമില്ലെന്ന് കൊല്ലം വിജിലൻസ് കോടതി. ഉള്ളത് താന്ത്രിക അധികാരങ്ങൾ മാത്രം. തന്ത്രി പുറത്തിറങ്ങുന്നത് 41 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടുമില്ലെന്ന് ഇഡിക്ക് ജയറാമിന്റെ മൊഴി. CJ റോയിയുടെ മരണത്തിന്റെ കാരണങ്ങൾ തേടി കേരള പോലീസും 2 SP-മാർ കർണാടക SIT-യിൽ നിന്ന് വിവരങ്ങൾ തേടി. അന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കാനാവില്ലെന്ന് മറുപടി നൽകി കർണാടക പോലീസ്. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ആഴ്ചയോടെ പ്രഖ്യാപിക്കുക. 30 മണ്ഡലങ്ങളിലെ പട്ടിക. ശോഭാ സുരേന്ദ്രൻ കായംകുളത്തോ പാലക്കാടോ മത്സരിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത്. വട്ടിയൂർക്കാവിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. മലമ്പുഴയിൽ മത്സര സാധ്യത തള്ളാതെ VA അരുൺകുമാർ. പാർട്ടി തീരുമാനം അനുസരിക്കുമെന്നും അരുൺ. കോൺഗ്രസിനെതിരെ ധീവര സഭ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരിഗണിച്ചത് BJP എന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി. PFI പരിശീലകൻ NIA പിടിയിൽ. അറസ്റ്റ് നെടുമ്പാശ്ശേരിയിൽ. പിടിയിലായത് മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്തീൻ കുട്ടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഹിന്ദു കുടുംബങ്ങളിൽ ചുരുങ്ങിയത് 3 കുട്ടികൾ വേണമെന്ന നിർദ്ദേശവുമായി RSS. ഹിന്ദു ജനസംഖ്യയിലെ കുറവിൽ ആശങ്ക പ്രകടിപ്പിച്ച മോഹൻ ഭാഗവത്. ജനസംഖ്യാ തകർച്ച തടയണമെന്നും ആഹ്വാനം. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചതിൽ ഡോക്ടർക്കെതിരെ നടപടി. ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി ആരോഗ്യവകുപ്പ്. ഡോക്ടർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കുടുംബം. പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം വിട്ടു നൽകില്ലെന്ന് കുടുംബം. പശ്ചിമേഷ്യയിൽ അനിശ്ചിതത്വം തുടരുന്നു. ആണവ ചർച്ചയ്ക്കിടെ അപ്രതീക്ഷിത മിസൈൽ വർഷവുമായി ഇറാൻ. ഹോർമുസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ അടച്ചിട്ടു. ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയെന്ന് ഇറാൻ. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. PFI പരിശീലകനായിരുന്ന മൊയ്തീൻ കുട്ടി NIA-യുടെ പിടിയിൽ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നാണ് NIA ഇയാളെ പിടിച്ചത്. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് തെരച്ചിൽ തുടരുന്നതിനിടയിലാണ് മൊയ്തീൻ കുട്ടിയുടെ അറസ്റ്റ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, PFIക്കെതിരെ ഇപ്പോഴും NIA, PFIയുടെ പല നേതാക്കളും റഡാറിലാണ്. നമുക്കറിയാം ഇപ്പോൾ ഈ അറസ്റ്റ്. ഇയാൾ നേരത്തെ PFIയുടെ കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പുതിയ വിവരങ്ങൾ എന്താണ്? നിർണായകമായ ഒരു അറസ്റ്റാണ് NIA-യുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇപ്പോഴും കേരളത്തിന്റെ പല മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അപ്രതീക്ഷിതമായ ചില മിന്ന പരിശോധനകൾ നേരത്തെ അടക്കം ഈ പ്രധാനപ്പെട്ട 2ാം നിര നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുമൊക്കെ ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാനപ്പെട്ട ആയുധ പരിശീലകർ ആരൊക്കെയായിരുന്നു എന്ന് കണ്ടെത്താനുള്ള പരിശോധന നേരത്തെ തന്നെ ആരംഭിച്ചത്. അതിൽ ചിലർ നേരത്തെ NIA-യുടെ വ്യാപകമായ പരിശോധനയിൽ ഓപ്പറേഷൻ ഒക്ടോപസ് എന്ന പേരിൽ നേരത്തെ നടന്ന പരിശോധനയിൽ പിടിയിലാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചവരിൽ പ്രധാനിയാണ് മൊയ്തീൻ കുട്ടി. മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് മൊയ്തീൻ കുട്ടി. പക്ഷേ മൊയ്തീൻ കുട്ടി എവിടെയാണെന്ന് കണ്ടെത്താൻ NIA-ക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് മൊയ്തീൻ കുട്ടിക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട സുരക്ഷാ ഏജൻസികൾക്കും ഇയാളുടെ ചിത്രങ്ങളും അതോടൊപ്പം വിശദാംശങ്ങളുമൊക്കെ NIA കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ രാജ്യത്തിനകത്ത് നടത്തിയ പരിശോധനയിലൊന്നും ഇയാൾ എവിടെയാണ് ഉള്ളതെന്നോ എവിടെ വെച്ചാണ് ഈ പരിശോധന നൽകുന്നതെന്നോ കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് ദേശീയ അന്വേഷണ ഏജൻസിയുടെ പിടിയിൽ
മൊയ്തീൻകുട്ടി അകപ്പെട്ടിരിക്കുന്നത് എന്ന വിവരം നമുക്ക് ലഭിക്കുന്നത്. ഇയാളെ എങ്ങനെയാണ്, എവിടെ നിന്ന് വന്നപ്പോഴാണ് പിടികൂടിയതെന്ന കാര്യത്തിലൊന്നും ഇതുവരെ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അതേസമയം ഇയാളെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി കൊച്ചിയിലെ NIA യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആയുധ പരിശീലനം അടക്കം എവിടെ വെച്ചാണ് നടന്നത്, എവിടെയൊക്കെ വെച്ച് ഇത്തരത്തിൽ ആയുധ പരിശീലനം നൽകിയിട്ടുണ്ട്, അതിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ഇതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും ഗുരുതരമായ ആരോപണങ്ങൾ PFIയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്നത് കേരളത്തിന്റെ ചില വനമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രഹസ്യമായി ആയുധ പരിശീലനം അടക്കം നൽകിയെന്നായിരുന്നു. അതിൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ദേശീയ അന്വേഷണ ഏജൻസി ഉള്ളത്. രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസികളൊക്കെ ഈ PFIയുടെ ആയുധ പരിശീലകരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ അന്ന് പിടികൂടാൻ കഴിയാതെ പോയവരിൽ പ്രമുഖനായ ഒരാളാണ് മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായിട്ടുള്ള മൊയ്തീൻകുട്ടി എന്നാണ് NIAയുടെ ഭാഗത്ത് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കൊച്ചി NIA യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് കൂടി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഇയാള് ഈ നേരത്തെ തന്നെ PFI ഇയാളെ പിടികൂടാൻ ലക്ഷ്യമിട്ടിരുന്നു, പക്ഷെ കിട്ടിയില്ല, ഒളിവിലായിരുന്നു. ഒപ്പം വിദേശത്തേക്കോ മറ്റോ കടക്കാനുള്ള ശ്രമമായിരുന്നു. എന്തായിരുന്നു ഇയാളുടെ രീതി? അതായത് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വിദേശത്ത് നിന്ന് എത്തിയപ്പോൾ പിടിയിലാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം കേരളത്തിൽ ഇയാൾക്ക് വേണ്ടി പലതവണ വലവിരിച്ചതാണ് വളരെ രഹസ്യമായി NIA. അപ്പോഴൊന്നും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. മലപ്പുറത്തും വളാഞ്ചേരിയിലുമൊക്കെ NIA ഇതിനുവേണ്ടി പരിശോധന നടത്തിയിരുന്നു. അപ്പോഴും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ അതീവ രഹസ്യമായി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ മറ്റ് സ്ഥലങ്ങളിലേക്കും കേരളത്തിന് പുറത്തേക്കുമൊക്കെ വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ PFIയെ നിരോധിച്ചതിന് ശേഷവും PFIയുമായി ബന്ധപ്പെട്ട രഹസ്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സ്ലീപ്പിംഗ് സെല്ലുകളുമായി ബന്ധപ്പെട്ടവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം PFI നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന, ഈ മിന്നൽ പരിശോധനയുടെ ഭാഗമായി പലതവണ ഈ സംശയമുള്ള സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്യുകയും പല രേഖകളും പിടിച്ചെടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ മൊയ്തീൻകുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം അത് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന തരത്തിലേക്ക് മാറിയത്. കാരണം ഈ ആയുധ പരിശീലകരിൽ പ്രമുഖനായിരുന്നു മൊയ്തീൻകുട്ടി എന്നാണ് വിവരം. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ചിത്രം പോലും ഇയാളുടെ യഥാർത്ഥത്തിലുള്ള ഫേസ് കട്ടിലുള്ളതാണോ എന്ന് സംശയം ഉദ്യോഗസ്ഥർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്തരത്തിൽ രൂപമാറ്റം വരുത്തി വരെ ഇയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായിരുന്നു NIAയുടെ കണ്ടെത്തൽ. അങ്ങനെയാണ് വളരെ വിശദമായ തെരച്ചിൽ മൊയ്തീൻകുട്ടിക്ക് വേണ്ടി ഏറെ നാളുകളായി NIA നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് നിർണായകമായ അറസ്റ്റ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ചുണ്ടായിരിക്കുന്നത്. അതായത് ഈ PFI നമുക്കറിയാം NIAയുടെ മിക്ക നേതാക്കളൊക്കെ NIAയുടെ പിടിയിലാണ്. അവർ NIAയുടെ ചോദ്യം ചെയ്യലിനും വിചാരണയ്ക്കും മറ്റും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനിയും PFI നേതാക്കൾ അവശേഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തുടരുന്നുണ്ട്, സാമ്പത്തികമടക്കമുള്ള കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി NIAയ്ക്ക് ഉണ്ടാകും. അതനുസരിച്ചുള്ള നീക്കം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒന്നാം നിര നേതാക്കൾ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. അവർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും അറസ്റ്റിലായവരിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കേരളത്തിൽ നിന്നുള്ളവരാണ് എന്നത് അന്ന് ഏറെ ഞെട്ടിക്കുന്ന വാർത്തയായി കേരളം ചർച്ച ചെയ്തതാണ്. അതിന് പിന്നാലെ ഇതിന്റെ രണ്ടാം നിര നേതാക്കളും മറ്റ് പോപ്പുലർ ഫ്രണ്ടിന്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് നിന്ന ആളുകളും മറ്റ് സംഘടനകളിലേക്ക്, അതായത് PFI നിരോധിച്ച പശ്ചാത്തലത്തിൽ മറ്റ് സംഘടനകളിലേക്ക് ചേക്കേറിയിട്ടുണ്ടാകാമെന്നൊരു നിഗമനത്തിലായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി. അങ്ങനെയാണ് ഈ സംഘടനകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടി പരിശോധന നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ പരിശോധനയുടെ ഭാഗമായാണ് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാപകമായ പരിശോധന EDയുടെ കൂടി സഹായത്തോടെ NIA കേരളത്തിൽ പലയിടത്തും പല ആവർത്തി നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് PFIക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ പ്രധാനപ്പെട്ട ചില ആളുകൾ കൂടി പിടിയിലാകാനുണ്ട് എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനയായിരുന്നു. പക്ഷേ അവർ ഒരുപക്ഷെ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകളിൽ കേരളത്തിലേക്ക് വരാതെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ടായിരിക്കാം ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് എന്നായിരുന്നു NIAയുടെ ഭാഗത്തുനിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന സൂചനകൾ. അതിലൊരു പ്രധാനപ്പെട്ട ആയുധ പരിശീലകനായിരുന്നു ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ഈ മൊയ്തീൻകുട്ടിക്ക് വേണ്ടി വ്യാപകമായ തിരച്ചിൽ
NIA ആദ്യഘട്ടത്തിൽ കേരളത്തിനകത്ത് പ്രത്യേകിച്ച് മലപ്പുറത്തും വളാഞ്ചേരിയിലും PFIയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ നടത്തിയതാണ്. പക്ഷെ അന്നൊന്നും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഏത് തരത്തിലാണ് ഈ ആയുധ പരിശീലനം നടത്തുന്നത്, അതിനുള്ള സാമ്പത്തിക സഹായം എവിടെ നിന്നാണ് ലഭിക്കുന്നത്, ഈ പരിശീലനത്തിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലങ്ങൾ എവിടേക്കായിരുന്നു, ഇതടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്താൻ മൊയ്തീൻകുട്ടിയുടെ അറസ്റ്റ് അനിവാര്യമായിരുന്നു. പക്ഷേ ഇയാൾക്ക് വേണ്ടി വ്യാപകമായ തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് NIA വിധിച്ച വരയിൽ മൊയ്തീൻകുട്ടി ഒടുവിൽ അകപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇയാളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി NIAയുടെ വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി, വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് ഡാൻ കുര്യൻ പങ്കുവച്ചത്. മൊയ്തീൻകുട്ടി എന്ന PFIയുടെ പരിശീലകൻ വിമാനത്താവളത്തിൽ വെച്ച് രാജ്യാന്തര വിമാനത്താവളം കൊച്ചിയിൽ വെച്ച് അറസ്റ്റിലായിരിക്കുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട തെരച്ചിൽ NIA തുടരുകയായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് അടക്കമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് മറ്റൊരു രാജ്യത്ത് നിന്ന് വിമാനത്താവളത്തിൽ വരുന്ന സമയത്ത് NIA ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടി നൽകാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി. എക്സൈസ് മന്ത്രിയുടെ കൈവശമുള്ള ഫയലുകൾ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുകയായിരുന്നു. ബാർ ഉടമകളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമയമാറ്റമെന്ന് വ്യക്തമാക്കുന്ന രേഖകളും പുറത്തുവന്നു. ബാർ സമയമാറ്റത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ വ്യക്തമാകുന്ന രേഖകളാണ്, ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട രേഖകളാണ് പുറത്തു വന്നത്. ടാക്സ് സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ മന്ത്രി MB രാജേഷ്, എക്സൈസ് മന്ത്രി MB രാജേഷിന്റെയും കൈവശമുള്ള ഫയൽ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തുകയായിരുന്നു. ആ ഫയലിലാണ് പിന്നീട് തീരുമാനമെടുക്കുകയും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയാക്കിയുള്ള വിജ്ഞാപനം പുറത്തിറങ്ങുകയും ചെയ്തത്. സംസ്ഥാനത്തെ ബാർ മുതലാളികൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെന്നും വ്യക്തമാവുകയാണ്. ഇന്നലെ സർക്കാർ പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞത് സംസ്ഥാനത്തെ ചില ഭാഗങ്ങൾ, അതായത് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ബാറുകൾ രാവിലെ 10 മുതൽ രാത്രി 12 വരെ പ്രവർത്തിക്കുമ്പോൾ മറ്റിടങ്ങളിൽ അത് 11 മുതൽ 11 വരെയാണ്. അടുത്തടുത്ത പ്രദേശങ്ങളിൽ ഇങ്ങനെ സമയത്തിലെ വ്യത്യസ്തത വരുന്നത് ആശങ്കകൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് സമയം ഏകീകരിക്കുകയായിരുന്നുവെന്നാണ് ഇന്നലെ നോട്ടിഫിക്കേഷൻ വിജ്ഞാപനത്തിൽ നികുതി വകുപ്പ് വ്യക്തമാക്കിയത്. എന്നാൽ അതല്ല, ബാർ ഉടമകളുടെ ദീർഘകാലം ആവശ്യം പരിഗണിച്ചു തന്നെയാണ് സർക്കാർ തീരുമാനമെടുത്തതെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട രേഖകൾ. അവിടെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലും വ്യക്തമാവുകയാണ്. മുന്നണിയിലും അതുപോലെ തന്നെ മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെയാണ് തീരുമാനമെടുത്ത വിമർശനം ഉയർന്നു വരുമ്പോൾ സർക്കാർ അതിനെ പ്രതിരോധിക്കുന്നത് നേരത്തെ തന്നെ നയപരമായ തീരുമാനമെടുത്ത വിഷയമാണ്. അതിൽ ഇനി വകുപ്പുകൾക്ക് മാത്രം തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. അവിടെ മുന്നണിയുടെയോ അല്ലെങ്കിൽ മന്ത്രിസഭയുടെയോ അനുമതി വേണ്ട എന്ന നിലപാടാണ് ഇടതുമുന്നണി കൺവീനർ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. മദ്യനയം നേരത്തെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ബാർ ഹോട്ടലുകൾക്ക് 10 മണി മുതൽ 12 മണി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അത് നിലവിലുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പൊതു നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധമായ നിലപാട് സ്വീകരിക്കാൻ അധികാരമുണ്ട്. ഇപ്പോഴിത് ഗവൺമെൻറ് ഉത്തരവാദി എന്നുള്ളത് എനിക്കറിയില്ല. പത്രങ്ങളിലൊക്കെ വാർത്ത വായിച്ചതാണ്. സാധാരണ നിലയിൽ ഇങ്ങനൊരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയ വിവാദം ഉള്ള ഒരു കാര്യവും എൻ്റെ ശ്രദ്ധയിലില്ല. സാധാരണഗതി നിയമപരമായ കാര്യങ്ങൾ അതത് വകുപ്പ് ചെയ്യുന്നതായിരിക്കും. വിവാദം ഉണ്ട ഒരു കാര്യവും ഗവൺമെൻറ് ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ ആ സെമിനാർ കേട്ടിട്ട് പറഞ്ഞത്. ഇല്ല, ഇതുപോലുള്ള പൊതുകാര്യങ്ങൾ അതത് വകുപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് കൂടുതൽ വിശദമായ കാര്യങ്ങൾ കിട്ടും. നിയമപരമല്ലാത്തൊരു കാര്യവും ഒരു വകുപ്പും അങ്ങനെ ചെയ്യത്തില്ല. കാരണം അതിൻ്റെ വകുപ്പിൻ്റെ റൂളും ഇതൊക്കെ അനുസരിച്ചുള്ള കാര്യമായിരിക്കും. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പല കാര്യങ്ങളും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ കാര്യങ്ങൾ അങ്ങനെ വരണ്ടല്ല. നിങ്ങൾ അവിടെ നിന്ന് ചോദിച്ചോളൂ. നിയമപരമല്ലാത്തൊരു കാര്യവും ഇത്തരം കാര്യങ്ങളിലെ നിയമത്തിനകത്തുനിന്നുള്ള കാര്യങ്ങളല്ലാതെ ഒരു കാര്യം കാണത്തില്ല. മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാർ എന്ന് അടിക്കടി പറയുന്ന പിണറായി സർക്കാരാണ് തുടർച്ചയായി ബാറുകൾക്ക് ബിയർ ആൻഡ് വൈൻ
പാർലറുകൾക്ക് ഈ 2 സർക്കാർ കാലങ്ങളിലും അനുമതി നൽകിയത്. അതിന് പിന്നാലെ സമയ മാറ്റം കൂടി വരുമ്പോൾ അത് മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല, മദ്യ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാർ നയത്തിന്റെ ഭാഗമാണെന്ന വിമർശനം ശക്തമാവുകയാണ്. മാത്രമല്ല ബാർ മുതലാളികളുമായുള്ള ഡീൽ എന്ന വിമർശനവും ഈ ഘട്ടങ്ങൾ ഉയർന്നു വരുന്നു. പ്രതിപക്ഷ വിഷയത്തിൽ ആ രീതിയിലാകാം ഒരുപക്ഷെ സർക്കാരിനെതിരെ നിലപാടെടുക്കുക. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമയത്തുള്ള ഈ തീരുമാനം ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാകുമോ? പ്രത്യേകിച്ചും ഇതുമായി മദ്യവിരുദ്ധ സമിതികളും അതുമായി ബന്ധപ്പെട്ട സഭകളുമൊക്കെ സർക്കാർ നിലപാടിനെതിരെ ശക്തമായ വിമർശനം രംഗത്ത് വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ കൂടി തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉയർന്നു വരുന്നുണ്ട്. മുന്നണിക്കുള്ളിലും അത്തരം ചില ആശങ്കകളുണ്ടെങ്കിലും പരസ്യമായി പ്രതികരിക്കാൻ ആരും തയ്യാറായിട്ടില്ല. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ബാറുകളുടെ സമയം നീട്ടിയതിനെതിരെ പ്രതിപക്ഷവും ക്രൈസ്തവ സഭകളും സമയമാറ്റത്തിൽ ദുരൂഹതയുണ്ടെന്നും മന്ത്രിസഭയിൽ ചർച്ചയില്ലാതെയാണ് തീരുമാനമെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വിമർശിച്ചു. തീർച്ചയായും അതിന്റെ അകത്ത് ദുരൂഹത ആരോപിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് വളരെ ഗൌരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. ദൌർഭാഗ്യവശാൽ പെട്ടെന്നാണ് ഇലക്ഷന്റെ സാഹചര്യത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും. ഈ ഏകീകരിക്കുന്ന ഒരു പ്രശ്നം വന്നിരുന്നു നേരത്തെ. പക്ഷേ ടൂറിസം കേന്ദ്രങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടിയത് തന്നെ ഈ ബാറുകൾക്ക് ഇത് കൊടുക്കാനുമാണെന്നുള്ള ആക്ഷേപവും വന്നിരുന്നു. അത് ഗൌരവമായി പരിശോധിക്കപ്പെടണം. ആ മന്ത്രിസഭ അത് പരിശോധിക്കണം. വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ 3 മണി വരെ എന്നൊക്കെയുള്ള ഒരു സമയമൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം ഗൗരവമായിട്ട് കാണുന്നുണ്ട്? അല്ലല്ല, അത് നമ്മൾ പരിശോധിക്കേണ്ട ഡീറ്റെയിൽസ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഡീലായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാവില്ലെന്ന് KCBC മദ്യവിരുദ്ധ സമിതി തുറന്നടിച്ചു. തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നതാണ് തീരുമാനമെന്നായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ വിമർശനം. 24 മണിക്കൂറും മദ്യത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നത് വഴി ഒരു തെറ്റായ സന്ദേശമാണ് കേരളത്തിലെ യുവതലമുറയ്ക്ക് സർക്കാർ നൽകുവാനായി ശ്രമിക്കുന്നത്. തീർച്ചയായും ടൂറിസത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ തനതായ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് ലജ്ജാകരമായ കാര്യമാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തെ അതോടൊപ്പം തന്നെ ഒരു തലമുറയെയും വിറ്റ് ഖജനാവ് വീർപ്പിക്കുവാനുള്ള സർക്കാരിൻ്റെ ശ്രമമെന്ന് പറയുന്നത് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യമാണ്. ബാർ മുതലാളിമാർക്ക് വേണ്ടി കേരളത്തിൻ്റെ ഒരു തലമുറയെ ബലി കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നേരെ സർക്കാർ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അമ്മമാരുടെ കണ്ണുനീരിനേക്കാളും ബാർ മുതലാളിമാരുടെ നിവേദനങ്ങൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെങ്കിൽ തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹം അത് തിരിച്ചറിയും. കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും വേദന അനുഭവിക്കുന്ന തലമുറകളും അതോടൊപ്പം തന്നെ അടുത്ത തലമുറയുടെ ഭാവിയെപ്പറ്റി ആശങ്കയുള്ള കേരളത്തിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ, കേരളത്തെ സ്നേഹിക്കുന്ന ആളുകൾ, കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ പ്രതിഷേധിക്കും. യാതൊരു വിധമായ സംശയവുമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം. കട്ടിളപ്പാളി ദ്വാര വിജിലൻസ് കോടതി ജാമ്യം ഇറങ്ങാനാകും. തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാനായില്ലെന്ന കോടതി പരാമർശം SITക്ക് തിരിച്ചടിയാണ്. വിനീഷ് വിവരങ്ങളുമായി ചേരും. വിനീഷ്, തന്ത്രിക്ക് നേരിട്ട് പങ്കാളിത്തമില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. താന്ത്രികപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് പങ്കുള്ളത് എന്ന വാദം അംഗീകരിക്കുകയായിരുന്നു. SITക്ക് തിരിച്ചടിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭ്യമായി എന്നുള്ളതാണ്. സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്നതോടൊപ്പം തന്നെ മറ്റു ജാമ്യവും ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. അറസ്റ്റിലായി 90 ദിവസത്തിനകം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന രണ്ടാമത്തെ ആളായി തന്ത്രി മാറി എന്നുള്ളതാണ്. മുൻപ് ശ്രീകുമാറിനായിരുന്നു ജാമ്യം ലഭ്യമായത്. മറ്റ് 4 പ്രതികൾക്കും സ്വാഭാവിക ജാമ്യമായിരുന്നു ലഭ്യമായത്. തെളിവുകളുടെ അടിസ്ഥാനത്തിലും കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിജിലൻസ് കോടതി ജാമ്യം ലഭ്യമായത്. ഈ സമാനമായ സംഭവം തന്നെയാണ് ഇന്നും ഉണ്ടായത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി 2 കേസുകളിലും തന്ത്രിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലുമാണ് തന്ത്രി പ്രതിയായിട്ടുള്ളത്. തന്ത്രിയുടെ ജാമ്യാപേക്ഷയമേൽ കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു.
തുടർന്നാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. 2 കേസുകളിലും തന്ത്രിക്ക് ജാമ്യം ലഭ്യമായി. തന്ത്രിക്ക് ഇനി ജയിൽ മോചിതനാകാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ തന്ത്രിക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പ്രോസിക്യൂഷൻ അടക്കം ശക്തമായി വാദിച്ചിരുന്നു. എന്നാൽ തന്ത്രി ദേവന്റെ അനുജ്ഞ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും മറ്റു പ്രതികളുടെ മേൽ ചുമത്തിയ കേസുകളൊന്നും തന്നെ തന്ത്രിയുടെ മേൽ ചുമത്തരുത് എന്നുമാണ് പ്രതിഭാഗം കോടതിയെ വാദിച്ചത്. എന്തായാലും ഇരുഭാഗത്തിൻ്റെയും വാദം പൂർത്തിയായ ശേഷമാണ് വാദികളോടെ കേസിൽ ജാമ്യം ലഭ്യമായിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരു സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ലെന്ന് ED മുൻപാകെ നടൻ ജയറാമിന്റെ മൊഴി. പോറ്റിയുടെ അനധികൃത ഇടപാടുകൾ അറിയില്ലായിരുന്നു. വീട്ടിൽ പൂജ നടത്തിയവർക്ക് ചെറിയ തുക ദക്ഷിണ മാത്രമാണ് നൽകിയതെന്നും ജയറാം മൊഴി നൽകി. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനാണ് EDയുടെ തീരുമാനം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരു രീതിയിലുള്ള ഇടപാടുകൾ, പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്ന് ജയറാം EDക്ക് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ജയറാമിനെ ED ചോദ്യം ചെയ്തത്. പ്രധാനമായും തന്നെ ജയറാമിന്റെ മൊഴികളിൽ പറയുന്നത് തനിക്ക് സാമ്പത്തികമായോ മറ്റു തരത്തിലോ യാതൊരു ഇടപാടുകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഇല്ല. ഉള്ളത് തന്റെ വീട്ടിൽ വന്ന് പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടാണ്. അതിൽ താൻ വലിയ സാമ്പത്തികമോ സഹായമോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഒരു ചെറിയ ദക്ഷിണ മാത്രമാണ് നൽകിയിട്ടുള്ളത്. മറ്റ് ഇടപാടുകൾ, കാര്യങ്ങൾ ഒന്നും തനിക്കില്ല. താൻ ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടത്. മറ്റിടങ്ങളിൽ വെച്ചുള്ള പരിചയങ്ങൾ ഒന്നും തന്നെ തനിക്കില്ല. ഈ രീതിയിൽ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളോ കാര്യങ്ങളോ കൈകാര്യം ചെയ്യുന്ന ഒരാളാണെന്ന് തനിക്കറിയില്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വസ്തുതകൾ, അവിടെ വലിയ രീതിയിലുള്ള സ്വർണ്ണ കവർച്ചയും മറ്റും നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്ന വസ്തുതകളെല്ലാം താൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും തനിക്കറിയില്ലായിരുന്നു. പോറ്റിയുമായിട്ട് മറ്റൊരു കാര്യവും സംസാരിച്ചിട്ടും താനില്ല. ഇതൊന്നും അറിയാതെ തന്നെയാണ് തനിക്ക് ഇയാളുമായിട്ട് ആ ഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സൗഹൃദമെന്ന് പറയുന്നത്. അത് പേരിന് മാത്രമുള്ള ഒരു ബന്ധം മാത്രമായിരുന്നു. മറ്റിടപാടുകളൊന്നും തന്നെ അയാളുമായിട്ടില്ല, പോറ്റിയുമായിട്ടില്ല. യാതൊരു രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളോ മറ്റിടപാടുകളോ ഒന്നും നടത്തിയിട്ടില്ല. ആകെയുള്ളത് വീട്ടിൽ നടത്തിയ പൂജയ്ക്ക് ഒരു ചെറിയ ദക്ഷിണ നൽകുക എന്നത് മാത്രമാണ് താൻ നൽകിയിട്ടുള്ളതെന്നാണ് ജയറാം EDക്ക് നൽകിയ മൊഴിയിലെ വസ്തുതകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ ഈ കാര്യങ്ങൾ ED പരിശോധിക്കുകയാണ്. ജയറാം പറഞ്ഞതിൽ എത്രമാത്രം വസ്തുതകളുണ്ട് എന്നതെല്ലാം തന്നെയാണ് ED പരിശോധിക്കുന്നത്. ഇതെല്ലാം പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ജയറാമിനെ വിളിച്ചു വരുത്തും എന്നതാണ് ED പറയുന്നത്. അത് ആവശ്യമെങ്കിൽ മാത്രമായിരിക്കും. ഇന്നലെ അധിക സമയം, സാധാരണ രീതിയിൽ വളരെയധികം സമയം ചോദ്യം ചെയ്യലിലേക്കെല്ലാം തന്നെ പോകാറുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്നാൽ ജയറാമിന്റെ ചോദ്യം ചെയ്യലെല്ലാം തന്നെ പെട്ടെന്ന് അവസാനിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഇപ്പോൾ ജയറാം പറഞ്ഞിരുന്നത് തന്നിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് അവർക്ക് അത് ബോധ്യമായിട്ടുണ്ടെന്ന് താൻ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷമാണ് താൻ തിരികെ പോകുന്നതെന്നെല്ലാം ജയറാം പറയുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDയുടെ അന്വേഷണങ്ങൾ തുടരുകയാണ്. ജയറാം ഉൾപ്പെടെ മറ്റു പലരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലടക്കം നടത്തിയിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയാണ്. ഇതുവരെയും ആരുടെയും അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ED രേഖപ്പെടുത്തിയിട്ടുമില്ല. ഏതായാലും വൈകാതെ അതിലേക്കെല്ലാം നീങ്ങുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടാകും. ഏതായാലും ഈ ജയറാമിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയറാം തനിക്കറിയാവുന്ന വസ്തുതകൾ പറഞ്ഞു എന്ന് തന്നെയാണ് ജയറാം പറയുന്നത്. മറ്റിടപാടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് താൻ വ്യക്തമാക്കുകയും ചെയ്തു. ആവശ്യമെങ്കിൽ ജയറാമിന്റെ മൊഴി പരിശോധിച്ച് ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കും എന്നതാണ് EDയുടെ നിലപാട്. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അടുത്ത ആഴ്ചയോടെ പ്രഖ്യാപിക്കാൻ നീക്കം. RSസുമായി ചർച്ച നടത്തിയ ശേഷം പ്രഖ്യാപിക്കാനാണ് കോർ കമ്മിറ്റിയിലെടുത്ത തീരുമാനം. ശോഭാ സുരേന്ദ്രന്റെ പേര് പാലക്കാടും കായംകുളത്തുമുണ്ട്. വട്ടിയൂർക്കാവിലെ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന് വിട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ BJP ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെയാണ് വളരെ പ്രധാനപ്പെട്ട കോർ കമ്മിറ്റി യോഗം ചേരുകയും അതിൽ പ്രഭാരിമാർ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്ത് 30ഓളം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രാഥമിക പട്ടിക അത് അടുത്ത ആഴ്ചയോടുകൂടി പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ഇതിൽ A ക്ലാസ് മണ്ഡലങ്ങൾ തന്നെയാണ്. 30 A ക്ലാസ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളോട് സജീവമാകാൻ നിർദ്ദേശിച്ചു എന്നുള്ള വിവരങ്ങളാണ്
ഇപ്പോൾ പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച് നമുക്കറിയാം, വട്ടിയൂർക്കാവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റും BJPക്ക് 1ാം സ്ഥാനത്ത് വോട്ടർ എണ്ണത്തിൽ വന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ നിരവധി സ്ഥാനാർത്ഥികൾ കണ്ടുവെക്കുന്നുണ്ട്. വട്ടിയൂർക്കാവിനെ സംബന്ധിച്ച തീരുമാനം കേന്ദ്ര നേതൃത്വം എടുക്കട്ടെ എന്ന നിലപാടിലേക്ക് BJP മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനെ 2 മണ്ഡലങ്ങളിൽ പരിഗണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കായംകുളമാണ്. ശോഭാ സുരേന്ദ്രനും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് മത്സരിക്കാനാണ് കൂടുതലായി താല്പര്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ അത് BDJSന് സീറ്റാണ്. BDJS സീറ്റ് വിട്ടുകൊടുത്താൽ ഇതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. BDJS സീറ്റ് വിട്ടുകൊടുത്താൽ കായംകുളത്ത് ശോഭ മത്സരിക്കും എന്ന് കരുതപ്പെടുന്നു. മറ്റൊരു സീറ്റായി ശോഭയ്ക്കായി പരിഗണിക്കുന്നത് പാലക്കാടാണ്. കായംകുളം നടന്നില്ലെങ്കിൽ പാലക്കാടും ശോഭയ്ക്ക് താല്പര്യമുള്ള മണ്ഡലമാണ്. അങ്ങനെ പാലക്കാട്ടും കായംകുളത്തും ശോഭയുടെ പേരുൾപ്പെടുത്തിയാണ് ഇപ്പോൾ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാലക്കാട് മണ്ഡലത്തിൽ അഥവാ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചില്ല എങ്കിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് 2ാമതായി പരിഗണനയിലുള്ള സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. നേമം മണ്ഡലത്തിലും അതുപോലെ തന്നെ കഴക്കൂട്ടത്തും സർപ്രൈസുകളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പേര് തന്നെ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കും. കഴക്കൂട്ടത്ത് വി മുരളീധരൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ജോലി തുടങ്ങിയതാണ്. വി മുരളീധരന്റെ പേരാണ്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസ് ഉണ്ടാകും. ഒപ്പം ചെങ്ങന്നൂരിൽ BJPയുടെ സൗത്ത് ജില്ലാ പ്രസിഡന്റ്, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, ആലപ്പുഴ സൗത്ത് പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യവും ഉറപ്പായിരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ ഉറപ്പായും മത്സരിക്കും. സുരേന്ദ്രൻ അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. സുരേന്ദ്രൻ ഇപ്പോൾ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ആറന്മുളയിലും ഒപ്പം ആറന്മുളയിൽ കുമ്മനം രാജശേഖരന്റെ പേരാണ് സജീവമായി ഉള്ളത്. കുമ്മനം തന്നെ മത്സരിക്കും. മറ്റു പേരുകളൊന്നും ആറന്മുളയിൽ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം മലമ്പുഴയിൽ ശ്രീകൃഷ്ണകുമാർ മത്സരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പായിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ പാലയിൽ ഷോൺ ജോർജ് BJPയിലേക്ക് അടുത്ത സമയത്ത് വന്ന PC ജോർജിന്റെ മകൻ കൂടിയായ ഷോൺ ജോർജ് മത്സരിക്കും. തിരുവല്ലയിൽ അനൂപ് ആന്റണിയാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അനൂപിന്റെ പേര് മാറ്റമുണ്ടാകാനുള്ള യാതൊരു സാഹചര്യവുമില്ല. MT രമേശിന്റെ പേര് തൃശ്ശൂരിലും കോഴിക്കോടിലും ലിസ്റ്റിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ ജേക്കബ് തോമസ് മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം വീടെടുത്ത് അവിടെ താമസമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇരിങ്ങാലക്കുടിയിലേക്ക് ജേക്കബ് തോമസ് മാറിയാൽ ഒരുപക്ഷെ തൃശ്ശൂരിലേക്ക് MT രമേശ് വരും. ഇല്ലെങ്കിൽ MT രമേശിന് സാധ്യതയുള്ളത് കോഴിക്കോടാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇത്രയും പേരുകളാണ് ഇതിനകം തന്നെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിൽ സഖ്യകക്ഷികളുമായി ചർച്ച നടത്തും. അതിനു മുൻപ് RSS നേതൃത്വവുമായി ഒരു കൂടിയാലോചനയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് കോർ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. RSSന്റെ കൂടി പരിഗണന വെച്ചാകും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. ഇതിലേതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പേരിൽ RSSന് അതൃപ്തി ഉണ്ടെങ്കിൽ അവർ സ്വാഭാവികമായി മാറുന്ന പശ്ചാത്തലമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ പൂർത്തിയാക്കി അടുത്ത ആഴ്ചയോടുകൂടി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. മറ്റൊന്ന് BDJS ആണ്. 30 സീറ്റുകൾ BDJS ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 2020 6 സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. എറണാകുളത്ത് കൂടുതൽ സീറ്റുകൾ 2020 കൊടുക്കാനാണ് ഇപ്പോൾ BJP തീരുമാനിച്ചിരിക്കുന്നത്. സമീപത്തെ ചില ജില്ലകളിലും ഒരുപക്ഷെ അവർക്ക് സീറ്റുകൾ നൽകിയേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതനുസരിച്ചുള്ള തീരുമാനം അടുത്ത ആഴ്ചയോടെ ഉണ്ടാകും. അതിനു മുൻപ് തന്നെ BJPയുടെ പ്രാഥമിക പട്ടിക അത് പുറത്തുവിടാനാണ് ഇപ്പോൾ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി BJPയിലേക്കെന്ന സൂചന. BJP നേതാക്കൾ രശ്മിയുടെ ഭർത്താവുമായി ചർച്ച നടത്തി. മുൻ MLA ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിലെത്തിയതോടെ രശ്മിക്ക് ഇക്കുറി സ്ഥാനാർത്ഥിത്വം കിട്ടില്ലെന്ന് വന്നതോടെയാണ് BJP രശ്മിയെ സമീപിച്ചത്. BJPയിൽ ചേർന്നാൽ കൊട്ടാരക്കരയിൽ രശ്മി NDA സ്ഥാനാർത്ഥി ആയേക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും ഇനി പാർട്ടി തീർക്കണമെന്നുമുള്ള രശ്മിയുടെ വാദം കോൺഗ്രസ് തള്ളിക്കളഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായും കൊടിക്കുന്നിൽ സുരേഷുമായും ഈ വിഷയത്തിൽ രശ്മി ചർച്ച നടത്തിയെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല. മലമ്പുഴയിൽ മത്സര സാധ്യത തള്ളാതെ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ തങ്ങൾ പാർട്ടി കുടുംബമാണ്. മത്സരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല. പാർട്ടി തീരുമാനം അനുസരിക്കും. VSന്റെ മുൻ PA സുരേഷ് മലമ്പുഴയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് അറിയില്ലെന്നും അരുൺകുമാർ പറഞ്ഞു. ഇതുവരെ ഒന്നും ആലോചിച്ചില്ല അതിനെപ്പറ്റി. അല്ല, സുരേഷാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെങ്കിൽ പാർട്ടി മലമ്പുഴയിൽ പരിഗണിക്കുന്നത് അങ്ങനെയാണെന്നാണ് എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. സുരേഷ് മത്സരിക്കുന്നുണ്ടോ? ഏകദേശം കോൺഗ്രസിന്റെ അനൗൺസ് ചെയ്തോ? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചാ അല്ലേ? ഓ, എനിക്കറിയില്ല. പിന്മാറുമെന്നും പറയുന്നു. ഓ, എനിക്കറിയില്ല അത്.
നമ്മളെല്ലാം രാഷ്ട്രീയ കുടുംബമല്ലേ. ഇപ്പം ഞാൻ വർക്ക് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. ഇപ്പൊ ഫോർ ദ ടൈം ബീയിങ് അതിനെപ്പറ്റി ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. കോൺഗ്രസിനെതിരെ ധീവരസഭ. കോൺഗ്രസിന്റെ പുതിയ നേതൃത്വം സമുദായത്തെ അവഗണിക്കുന്നുവെന്ന് ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ദിനകരൻ പറഞ്ഞു. ധീവരസഭ കൂടുതൽ അടുപ്പം പുലർത്തിയത് കോൺഗ്രസുമായാണ്. എന്നാൽ ആ ഒരു പരിഗണന ഇപ്പോഴില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള സ്നേഹത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ആണ് തങ്ങളെ കൂടുതൽ പരിഗണിച്ചതെന്നും ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി ദിനകരൻ പറഞ്ഞു. ഈ കോൺഗ്രസിനോട് ഞങ്ങളുടെ അടുപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലും സഹായിച്ചിട്ടുള്ളവർ തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ കാണിക്കാറില്ല. സ്ഥാനാർത്ഥി കോൺഗ്രസ് തന്നെ ചെയ്ത് എന്താണ്, ഒരു ജയിക്കുന്ന മണ്ഡലം തരണ്ടേ. ജയിക്കുന്ന മണ്ഡലം ഒഴിവാക്കിയിട്ട് പിന്നെ 30,000 വോട്ട് LDF ജയിച്ച മണ്ഡലമാകുന്നുണ്ട്, പിന്നെ കൈപ്പോങ്ങല്ലോ. അപ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും കൊടുക്കണം, പക്ഷെ കൊടുക്കുന്നതിലൊരു സന്തുലിതാവസ്ഥ പാലിക്കും. അല്ലാതെ ചിലർക്ക് മാത്രം കേന്ദ്രീകരിച്ച് കൊടുക്കുക, ചിലർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ള നയം സ്വീകരിക്കാൻ പാടില്ല. സർക്കാരിൻ്റെ കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ 9.5 വർഷമായി മുഖ്യമന്ത്രി കൊടുത്ത നിവേദനങ്ങൾ ഒന്ന് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്കൊരു 10 മിനിറ്റ് തരാൻ പറഞ്ഞിട്ട് ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പം 3 മുന്നണിയില്ലേ കേരളത്തിൽ? 3 മുന്നണിയാണ്. പണ്ട് 2 ഉണ്ടായിരുന്നു, ഇപ്പം 3 BJP NDA ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ 3 മുന്നണിയാകുമ്പോൾ അല്പം ഒരു ബാർഗെയിനിങ് പവർ ഞങ്ങൾക്ക് വർദ്ധിക്കും. കാരണം ഇവർ തന്നില്ലെങ്കിൽ ഞങ്ങൾ അവരോട് പോകും എന്നൊരു ധാരണ വന്നാൽ തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടു. ഇതുവരെ ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ സ്ഥാനത്തോടെ കിട്ടി. കാരണം ഈ BJP ഇവിടെ രംഗത്ത് വന്നപ്പോൾ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി വർദ്ധിച്ചു. അവരിപ്പോൾ തീരമേഖല പരിഗണിക്കുന്നു. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന ഒരാളുണ്ട്, രമേശ് ചെന്നിത്തലയുള്ളൂ. ബാക്കി സതീശനായാലും ഇപ്പോൾ KPC പ്രസിഡന്റ് ആയാലും എല്ലാവരും പുതിയ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ പഴയ പോലെയുള്ളൊരു സ്നേഹം ഞങ്ങളോട് കാണിക്കുന്നില്ല. പിന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും കാണിക്കുമല്ലോ സ്നേഹം. ആ സ്നേഹമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് മാന്യമായ പരിഗണന ഇപ്പോഴും കിട്ടുന്നത്. കോഴിക്കോട്ട് കുറ്റ്യാടിയിലെ കോൺഗ്രസ് പരിപാടിയിലെ സംഘർഷത്തിൽ താൻ നിലത്ത് വീണിട്ടില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഷാഫി വൈകാരികമായാണ് പ്രതികരിച്ചത്. സ്വയം നിയന്ത്രണം വേണമെന്ന് ഷാഫിയോട് പറഞ്ഞുവെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. വീണ് പോയിട്ടുണ്ടോ? നിങ്ങളെല്ലാം ഉണ്ടായിരുന്നില്ലേ? അതെനിക്കറിയാം. നിങ്ങളുടെ ക്യാമറ കൊണ്ട് കാണുന്നതല്ലേ, ക്യാമറ കൊണ്ട് കാണുന്നത്. എനിക്ക് വല്ലതുണ്ടോ? ഞാനങ്ങനെ വീണ് പോയിട്ടുണ്ടോ? നിങ്ങൾ പറയും. വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജിലുണ്ടായ ആരെങ്കിലും ഒരാൾ, എന്നെപ്പോലെ ഒരാൾ വീണ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വരണ്ടേ. ആരും വന്നില്ല. എന്താ കാര്യം? അത്രയും ഞാനൊരു അനഭിമതനായ ആളായതുകൊണ്ടാണ് ആരും കൊണ്ട് പറയുന്നത്. വാട്ട് ആർ യു ടോക്കിംഗ്? ഞാൻ അവിടെ ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ക്യാമറാമാൻമാരെല്ലാം ഇങ്ങോട്ട് ഓടിയെത്തും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും എൻ്റെ തലതിൽ വരണ്ട. ഞാൻ എൻ്റെ സീറ്റിൽ സോഫയിൽ ഇരുന്നാണ്. സോഫ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ഒരു നല്ല സോഫയായിരുന്നു. ആ സോഫയിൽ ഞാൻ ഇരുന്നു എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ യാതൊരു തരത്തിലില്ലാത്ത അനവസരത്തൊരു കമൻറ്റായി മാത്രമായി പോയത്. അത് ഇറ്റ് ഈസ് ഇൻ ബാഡ് ടേസ്റ്റ്. അയ്യോ, അല്ല ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനീ പറഞ്ഞില്ലേ, സ്കഫിൽ നിൽക്കുന്ന അവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഇത് മാത്രമേ സീറ്റുള്ളൂ. ആ സീറ്റിൽ ഇരുന്നു മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ വേണ്ടിയിരുന്നില്ല. അത് സ്ക്രൂവൽ ഓൺ യുവർ പാർട്ട്. അല്ല, മൈക്കിന് വേണ്ടിയിട്ട് കടിപിടിയൊന്നും കൊടുത്തില്ല. അത് പറയരുത്. അതിൻ്റെ വ്യാഖ്യാനം ഒന്നും കൊടുക്കരുത് പ്ലീസ്. അതല്ല. കാരണം അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായിട്ടില്ല ഒരു ക്ഷോഭം ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞു യു ആർ ക്വൈറ്റ് യങ്. ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞത് യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ്. ഞാൻ ഉപയോഗിച്ച വാക്കാത്. അത് കേൾക്കൂ. അച്ചടക്കമില്ലായ്മ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നുള്ള ഒരു വികാര വിക്ഷോഭമായിട്ട് മാത്രമേ എന്നെ കാണുകയുള്ളൂ. അച്ചടക്ക ലംഘനം ഞാൻ പറഞ്ഞില്ല. പക്ഷേ അത്തരം വേദികളിലൊക്കെ തന്നെ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത കാണിക്കണം. അത്രമേ ഉള്ളൂ. തിരുവനന്തപുരം നെടുമങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞു മരിച്ചതിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി. ബന്ധുക്കളുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിഷേധങ്ങളെ തുടർന്നാണ് നടപടി. ഡോക്ടറെ അറസ്റ്റ് ചെയ്യാതെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടുനൽകില്ലെന്ന നിലപാടിലാണ് കുടുംബം. ആശുപത്രിയിലെത്തിയ ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘം കുടുംബവുമായി സംസാരിക്കുകയാണ്. ഇപ്പോൾ RDO അവിടെ എത്തി. RDOയെ ബന്ധുക്കളും രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരുമടക്കം തടയുന്ന പശ്ചാത്തലം കൂടി അവിടെയുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തുടർന്ന് RDO തിരിച്ചു പോവുകയാണോ എന്നുള്ള സംശയം കൂടി ഉണ്ട്. വലിയ പ്രതിഷേധം ആശുപത്രിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാരംഗ് സുധാകരനുണ്ട്. സാരംഗ്, എന്താണ് സംഭവിക്കുന്നത്?
രഞ്ജിത്ത്, ഇന്ന് രാവിലെ തൊട്ട് ആരംഭിച്ച ചർച്ചയിൽ യാതൊരുവിധ പുരോഗതിയില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും പല രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കണ്ടത് RDOയെ കോൺഗ്രസും BJP പ്രവർത്തകരടക്കം തടയുന്ന ദൃശ്യങ്ങളാണ്. അതായത് ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് യോഗത്തിന് ശേഷം ഇവിടെ നിന്നും മാറാൻ, അതായത് ആശുപത്രിയിൽ നിന്നും പോകുന്ന RDOയെ ജയകുമാറിനെ തടയുന്ന ദൃശ്യങ്ങളാണ്. പുറത്തേക്ക് വിടില്ല, ഇതിലൊരു കൃത്യമായൊരു തീരുമാനം എടുത്താൽ മാത്രമേ, കൃത്യമായി നടപടി ഉണ്ടായാൽ മാത്രമേ, അതായത് സസ്പെൻഡ് ചെയ്യുക, അതിനൊപ്പം തന്നെ ക്രിമിനൽ കുറ്റം ചുമത്തുക, ഒപ്പം ഇതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിരുന്നു ഈ ഒരു ഡോക്ടർ എന്നാണ് കുടുംബവും ഒപ്പം രാഷ്ട്രീയ കക്ഷികളടക്കം ഉന്നയിക്കുന്നത്. കേവലം ഒരു സ്ഥലമാറ്റം നടപടിയിൽ മാത്രം ഒതുക്കാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ പ്രധാനമായും പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. കുടുംബവുമായി DMOയും ഒപ്പം RDO അടക്കം ചർച്ച നടത്തിയിരുന്നു. ഒപ്പം ഈ ഒരു ആരോഗ്യവകുപ്പ് ചുമതലപ്പെടുത്തിയ വിദഗ്ധ സംഘം, മൂന്ന് ഡോക്ടറുടെ വിദഗ്ധ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ. അതിനൊപ്പം തന്നെയാണ് സമാന്തരമായി സൂപ്രണ്ടും DMOയും ഒപ്പം RDOയും ചേർന്നുകൊണ്ട് കുടുംബത്തിനോടൊപ്പം ചർച്ച നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് RDO പുറത്തേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ നിന്നും പോകാൻ കഴിയില്ല, ഇതിലൊരു നടപടി എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ വഴി തടഞ്ഞത്. ഒപ്പം പുറത്തേക്ക് വാഹനത്തിൽ കടക്കാൻ പോലും സമ്മതിക്കില്ല എന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു ആശുപത്രിക്കകത്ത് തന്നെയുള്ള ഒരു കെട്ടിടത്തിനകത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതിഷേധങ്ങൾക്ക് ഒരു ശമനം വന്നതിന് ശേഷം മാത്രമായിരിക്കും അദ്ദേഹം ഇവിടുന്ന് മാറുക എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ഥലംമാറ്റ നടപടി ഉണ്ടായിട്ടും അതിൽ തൃപ്തരല്ല കുടുംബവും ഈ ഒരു രാഷ്ട്രീയ കക്ഷികളും. ഇതിൽ കൃത്യമായി കർശന നടപടി ഉണ്ടാകണം. കാരണം ഇതിന് മുൻപും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആരോപിക്കുന്നത്. ഇതിലൊരു കുഞ്ഞിനെ, അതായത് 36 വയസ്സുള്ള യുവതിയുടെ കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടത്. വളരെ കാലം കാത്തിരുന്നുകൊണ്ട് ലഭിച്ച ഒരു കുട്ടിയാണ്. ഒപ്പം തന്നെ അതിലാണ് ഒരു വലിയൊരു പ്രതിഷേധം, കുടുംബത്തിന്റെ പ്രതികരണം. ഇത്രയും നേരമായിട്ട് ഇവരൊന്നും ചെയ്യില്ല. ആ കിടക്കുന്ന ആ സ്ഥാനത്തിന് ഞാൻ എന്തിനു കേട്ടെന്ന് പറയും. അങ്ങനെ പോവുള്ളൂ. നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ആരും എന്റെ കൂട്ടുകാരൊന്നുമല്ല, എന്റെ ബന്ധുക്കൾ തന്നെ മൊത്തം വന്നിരിക്കുന്നത്. എന്റെ കൊച്ചിന് നൂലെട്ടിനും വരാനുള്ള ആൾക്കാരാണ് ഈ മൊത്തം ഇവിടെ വന്ന് നടക്കുന്നത്. അവർ കൊന്നു തന്നിട്ട് പോയിട്ട് ഇതൊരു പോസ്റ്റ്മോർട്ടം ചെയ്യാനേ എടുത്തിട്ടില്ല. അപ്പൊ കുടുംബം എന്തുകൊണ്ടാണ് അതിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? അത് പിന്നെ ഒന്നാമതായിരുന്നു, നമ്മൾ എത്ര പ്രാവശ്യം പോയി ഹസ്ബൻഡിനെ കൊണ്ടുപോകും. കാര്യം എന്ന് പറയുമ്പോൾ നാളെ ഇതേപോലെ ഒരു നടക്കില്ല, പ്രാർത്ഥന പോലെ. എന്റെ കുട്ടി തന്നെ പോയി, പക്ഷെ നാളെ ഇതേപോലെ പ്രാർത്ഥന പോലെ നടക്കാനേ പാടില്ല. 24 മണിക്കൂറോട് അടുക്കുകയാണ്. ഇപ്പോൾ സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ എന്താണ് സൂപ്രണ്ട് പറയുന്നത്? അവർക്കൊന്നും ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവമില്ല. അത് ഷീറ്റിൽ ഇരിക്കുന്നുള്ള മാത്രമേ ഉള്ളൂ. കോള് വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ആ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോണ്ടല്ല പോലീസുകാരൻ ഉൾപ്പെടെ അതിനകത്ത് നിൽക്കുകയാണ്. ആ കറണ്ട് പോയപ്പോണ്ടല്ല പാർട്ടിക്കാരെല്ലാം നിൽക്കുക. ചിലപ്പോൾ അതിനകത്ത് ഒരു അടി നടന്നുകൊണ്ടല്ലേ പെട്ടെന്ന് ഒരു കറണ്ട് വരാനുള്ള ഇതില്ല അതിനകത്ത്. പൈസ വാങ്ങിക്കാൻ വേണ്ടി കഴിവുണ്ട്. പൈസ ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഡോക്ടറുടെ മുറിയിലെത്തി പണം നൽകിയെന്ന് കുടുംബം പറയുന്നുണ്ട്. എങ്ങനെയാണ് പണം നൽകിയിട്ടുണ്ടോ? ഡോക്ടർ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചാനലുകാർ ചോദിക്കൊണ്ട് പറയണതല്ല, പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപ ഡോക്ടറുടെ മുറിയിലെത്തിയാണോ പണം നൽകിയത്? മുറിയിൽ തന്നെയാണ് ചെന്ന് കൊടുത്തത്. 2 പ്രാവശ്യം കൊണ്ട് കൊടുത്തു. ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ പണം? അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടില്ല ഇത്ര വെച്ച് ഫീസ് വെച്ച് കൊടുക്കുന്ന ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. എത്ര രൂപയാണ് നൽകിയത്? 2 പ്രാവശ്യം റൂമിൽ പോയിട്ടുള്ളൂ. പിന്നോടല്ല ഇവിടെ ഈ ആശുപത്രിയിൽ വന്നിട്ടാണ് കണ്ടിട്ടുള്ളത്. എത്ര രൂപയാണ് ഡോക്ടർ ആവശ്യപ്പെട്ടത്? ഞാൻ 5000 രൂപ കൊടുത്തിട്ടുണ്ട്. മുറിയിലാണ്? മുറിയിൽ ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടാണ് കൊടുത്തത്. എന്നിട്ടുണ്ടല്ലോ ഇവിടെ കിടന്നതിന് ശേഷം ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഇപ്പം പ്രസവം നടക്കും. 12 മണിന്ന് പറഞ്ഞവരാണ് പറഞ്ഞോണ്ടല്ലേ. എന്നിട്ട് അവിടെ നിന്നുള്ള പെട്ടെന്ന് ആംബുലൻസിൽ ഓടിച്ചുകൊണ്ട് അവിടെ കയറ്റിയിട്ട് ചെന്ന് കയറുന്ന മുമ്പേ പ്രസവം കഴിഞ്ഞു. എൻ്റെ മാമിയുടെ തുണിയും മാറ്റി പ്രസവം കഴിഞ്ഞ് ഡീസൻ്റായി. എന്നിട്ട് ഞാൻ കയറിപ്പോയി പറയാണ്, മോനെ ഞാനല്ല പ്രസവം എടുത്തത്, ഞാനല്ല മോനെ പ്രസവം എടുത്തതെന്ന്. അപ്പം ചത്ത കൊച്ചിനെ കണ്ട അറിഞ്ഞുകൂടി. ഞാൻ പ്രായമില്ലാത്തവനാ, മണ്ടനായി. എന്നിട്ട് അപ്പം ആ കൂടെ നിന്ന ഡോക്ടർമാരും പിന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വല്ല കുഴപ്പമുണ്ടാ എന്ന് ചോദിച്ചാൽ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെ ഈ പ്രസവം എടുത്താൽ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എന്താ പറയണത്, അവർ തന്നെയാണ് ആ കൂടെ നിൽക്കണവർ, ആ കൂടെ വർക്ക് ചെയ്യണവരെ ചതിക്കണവരാണ്. അപ്പം പിന്നെ എന്നെ ഭാര്യയും ചതിച്ചിട്ടില്ലേ. ഇതിന്റെ കാര്യം അറിയാമോ, ഇതേപോലത്തെ ഒരു ചാനലുകാർ കൂടണ്ട ഈ ആശുപത്രിക്കകത്ത് സെറ്റ് ആവട്ടെ. ആദ്യം ഉപയോഗമുള്ളവരുണ്ടല്ലോ നോക്കട്ടെ, എന്നിട്ട് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാം. എനിക്ക് ആദ്യമായിട്ടുള്ള കൊച്ചാണ്. എന്താണെന്ന് ഇത്രയും ടൈം കഴിഞ്ഞില്ലേ, വിഷമമായി. ഓക്കെ, സമയമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് രാത്രിയൊക്കെ ഞാൻ എൻ്റെ ഭാര്യ കൊണ്ടല്ല ആ കൊച്ചിൻ്റെ കരച്ചിലെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. ആ കിടക്കണ കൊച്ചുങ്ങളെ കരച്ചിലെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ പാതി പേരെ സെറ്റായിട്ടുണ്ട്. ഇപ്പം അവർക്ക് എണിക്കാൻ പറ്റില്ല. പോട്ടെ, എൻ്റെ ഭാര്യ ഉണ്ടല്ലോ പിന്നെ സുഖപ്രസവൻ്റെ ആ വേദന അവിടെ നിന്ന് ഇനിമ കൊടുത്തെല്ലാം അനുഭവിച്ചിട്ട് സിസേറിയൻ പോട്ടെ. ഞാനൊരു അമ്മയുടെ വയറ്റിൽ ജനിച്ചാണ്.
സാഹചര്യമുണ്ട്, എല്ലാവരും ഉണ്ട്, കൂട്ടുകാരൻ എല്ലാവരും ഉണ്ട്. അപ്പോഴത്തേക്കുണ്ടല്ലേ ഈ വേദന ഉണ്ടല്ലേ സിസറിനൊക്കെ ചെയ്യുമ്പോഴത്തേക്കല്ലേ ഈ നിൽക്കണം നിങ്ങൾക്ക് അറിയാലോ. പിന്നെ അങ്ങനെയൊന്നുമില്ല. കാരണം വെച്ചാൽ പുള്ളിക്കാർ പറഞ്ഞത് തിങ്കളാഴ്ചയൊക്കെ വന്നപ്പോഴത്തേക്ക് പറയുന്നത് കാര്യം അറിയാമോ, നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യാൻ വിളിച്ചതല്ല, അവിടെ നിന്ന് പിന്നെ സ്കാനിങ് എടുത്തിട്ട് വന്നിട്ട് പോയി. പിന്നെ വന്നപ്പോൾ ഉണ്ടല്ലേ ഞാൻ ഭാര്യയും കൂടെ സന്തോഷമായിട്ട് കുതിരക്കുട്ടിയെ പോലെ ഓടിച്ചാടി വന്നോളാം. 2 ദിവസം കൊണ്ട് പ്രസവം. അങ്ങനെയുള്ള കയറ്റി കിടത്തി വെളുപ്പങ്കൽ 4 മണിയായപ്പോഴത്തേക്ക് പ്രസവം ഉണ്ടെന്ന് പറഞ്ഞു. കൊന്നു തന്നു. അത്രേ ഉള്ളൂ. ഈ ഡോക്ടർ ഒരു തവണ മാത്രമാണോ പൈസ ആവശ്യപ്പെട്ടത്? 2 പ്രാവശ്യമായിട്ടാണ് കൊടുത്തത്. 2 പ്രാവശ്യം 5000 വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ടോട്ടൽ എത്ര രൂപ ഡോക്ടറിന് കൊടുത്തിട്ടുണ്ട്? 15,000 കൊടുത്തിട്ടുണ്ട്. 5000 ഡോക്ടറിന്റെ മുറിയിലെത്തിയാണ്? അല്ല, മുറിയിൽ വെച്ചാണ് കൊടുത്തത്. അല്ല, അങ്ങനെ പിന്നെ അവിടെ മുറി പിന്നെ നമുക്ക് ഇവിടെ തരില്ല. നമ്മൾ ആദിവാസികളാണ്. കാരണം വെച്ചാൽ നമുക്ക് ഫ്രീ ആണെന്നാണ് എല്ലാം പറയണത്. ചെല്ലുമ്പോഴത്തേക്കൊണ്ടല്ലേ എഴുതി തരണത് വെളിയിൽ. ഇതിന് മൊത്തം സ്കാനിങ്ങിനും എല്ലാത്തിനും പൈസ അടയ്ക്കുന്ന നമ്മളാണ്. എന്തോ മുറി കിട്ടുന്നതിനല്ല, അവിടെ പിന്നെ നമ്മളിവിടെ കാണിക്കില്ല. ഡോക്ടർ ചികിത്സ നൽകുന്ന സ്വകാര്യ മുറിയിൽ വെച്ചാണ്. റൂമിൽ ചെന്ന് കാണുന്നവരെ മാത്രമേ ആ തരത്തിലുള്ള ട്രീറ്റ് ചെയ്യൂ. ഓക്കെ, വാങ്ങിയായിരുന്നു കുഴപ്പമില്ല. കാര്യം എന്ന് അറിയാമോ, പക്ഷെ അവർ ഒരു മാന്യത കാണിക്കണമല്ലോ. കൊച്ചിനെ കൊന്നിട്ടും വീണ്ടും പറയുന്നറിയാം ഞാനല്ല ചെയ്തത്. ആ കൂടെ നേരം ചതിച്ചു. സാരംഗ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സാരംഗ്, ഗുരുതരമായ ആരോപണങ്ങളാണ്. പണം നൽകിയെന്ന അടക്കമുള്ള കാര്യങ്ങൾ ആരോപണമായി ഈ പിതാവ്, കുട്ടിയുടെ അച്ഛൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ബന്ധുക്കളൊപ്പമുണ്ട്, പാർട്ടി രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഏതായാലും കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണല്ലേ? അതെ, തീർച്ചയായും രഞ്ജിത്ത്, ഈ ഒരു വിഷയത്തിൽ അതായത് ഇതിനൊരു കുടുംബത്തിനും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ വാക്കിൽ തന്നെ വ്യക്തമാണ്. വളരെ വൈകി കിട്ടിയ ഒരു കുട്ടിയായിരുന്നു. അതിൽ ഒരു ചെറിയൊരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു ചികിത്സാ പിഴവ് മൂലമുണ്ടായ പിഴവിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമായിട്ടാണ് കണക്കാക്കുന്നത്. അത് മാത്രമല്ല, ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള പല ആരോപണങ്ങളും ഈ ഡോക്ടർക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപും ഉണ്ടായ ഒരു ശസ്ത്രക്രിയയുടെ ഭാഗമായുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന യുവതി പരാതിയുമായി ആരോഗ്യവകുപ്പിന് മുൻപാകെ എത്തിയിരുന്നു എന്നടക്കമുള്ള വിവരമുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ സ്ഥലം മാറ്റ നടപടിയിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല. ഇതിൽ കൂടുതൽ കർശനമായ നടപടികൾ ഉണ്ടാകണം. എന്നാൽ മാത്രമേ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികളൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികളുമായി സഹകരിക്കാൻ കുടുംബം തയ്യാറാകൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ചർച്ച വീണ്ടും പുരോഗമിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കുടുംബവുമായി DMOയും RDOയും ഇപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാകും എന്ന് ചർച്ച ചെയ്തൊരു ഈ ഒരു വിഷയത്തിലൊരു തീരുമാനമുണ്ടായാൽ മാത്രമേ അതിൻ്റെ തുടർ നടപടികൾ, അതായത് പോസ്റ്റ്മോർട്ടം ആയിക്കോട്ടെ, കേസിലെ വിദഗ്ധ സമിതിയുടെ അന്വേഷണം ആയിക്കോട്ടെ, അതിലെല്ലാം മുന്നോട്ട് പോകണമെങ്കിൽ ഇതിൽ ചർച്ചയിൽ സമവായത്തിലെത്തിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ കഴിയുള്ളൂ. രഞ്ജിത്ത്, ശരി. മറ്റു വാർത്തയിലേക്ക്. സമരം കടുപ്പിക്കാൻ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ. നാളെ മുതൽ എമർജൻസി സർജറി ഒഴികെ സേവനങ്ങൾ ഉണ്ടാകില്ല. ആരോഗ്യമന്ത്രിക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലും കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്നും KGMCTA സംസ്ഥാന അധ്യക്ഷൻ റോസ്നാര ബീഗം ആരോപിച്ചു. എന്തുകൊണ്ടാണ് സർക്കാർ, പൊതുജനമാണ് അത് ചോദിക്കേണ്ടത്. പൊതുജനത്തിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരാതെ നോക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്തുകൊണ്ട് സർക്കാർ അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാവുന്നത്. അപ്പൊ ഞങ്ങൾ വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇവിടുത്തെ സർവീസസ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകും എന്നുള്ള ഒരു വിശ്വാസം, അതായത് മുന്നേ എല്ലാ സമയത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എമർജൻസീസ് ഒന്നും ഞങ്ങൾ ഒരിക്കലും ഇന്നേ വരെ ഞങ്ങൾ അതിൽ എഫക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ആഗ്രഹവുമില്ല. അപ്പൊ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഇവര് ചെയ്യുന്നത്. ചെയ്യട്ടെ, നോക്കാം എന്നുള്ളൊരു. നാളെ മുതൽ അക്കാഡമിക് ബോയ്ക്കോട്ടും OP ബോയ്ക്കോട്ടും നിരാഹാര സമരവും കണ്ടിന്യൂ ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇലക്ടീവ് പ്രൊസീജിയേഴ്സ്, അതായത് നമ്മൾ മുൻകൂട്ടി തീയതി കൊടുത്തിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതൊന്നും നാളെ മുതൽ ഉണ്ടായിരിക്കില്ല. എമർജൻസി സർജറീസും കാഷ്വാലിറ്റിയിലുള്ള കേസുകൾ, ICUകൾ, ലേബർ റൂം, വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ളവർക്കുള്ള കെയർ മാത്രമേ നാളെ മുതൽ ഉണ്ടായിരിക്കുകയുള്ളൂ. ഹിന്ദു കുടുംബങ്ങളിൽ ചുരുങ്ങിയത് 3 കുട്ടികൾ വേണമെന്ന നിർദ്ദേശവുമായി RSS സർവ്വസംഘചാലക് മോഹൻ ഭാഗവത്. ഹിന്ദു ജനസംഖ്യയിലെ കുറവിൽ ആശങ്ക പ്രകടിപ്പിച്ച മോഹൻ ഭാഗവത് ജനസംഖ്യാ തകർച്ച തടയണമെന്ന ആഹ്വാനവും നൽകി.
രാജ്യത്ത് ഈ ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ആശങ്കകൾ പ്രകടിപ്പിക്കുന്ന ഒരു സംഘടനയാണ് RSS. പലപ്പോഴും ഈ അസന്തുലിതാവസ്ഥയെ കാരണം നുഴഞ്ഞുകയറ്റവും മതപരിവർത്തനവും കുറഞ്ഞ ജനനിരക്കുമാണ് എന്ന് കഴിഞ്ഞ സമ്മേളനത്തിൽ, അതായത് RSSന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൽ, RSS ശതാബ്ദിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ മോഹൻ ഭാഗവത് പറഞ്ഞ സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിന് ഒരു പരിഹാരമായാണ് ഹിന്ദു കുടുംബങ്ങളിൽ ഒരു കുടുംബത്തിൽ കുറഞ്ഞത് 3 കുട്ടികളെങ്കിലും വേണം എന്ന ആവശ്യം മോഹൻ ഭാഗവത് മുന്നോട്ട് വെച്ചത്. ജനസംഖ്യാ തകർച്ച തടയാൻ ഇത് അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ജനസംഖ്യാ നിരക്കിലുണ്ടാകുന്ന മാറ്റങ്ങളും അവ സമൂഹത്തിലുണ്ടാക്കുന്ന ദീർഘകാല പ്രത്യാഘാതങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ലക്നൌവിൽ നടന്ന സാമൂഹ്യ ഐക്യയോഗത്തിൽ അദ്ദേഹം ഇക്കാര്യം പറയുകയും മറ്റും ചെയ്ത് ഹിന്ദു സമൂഹത്തിനിടയിൽ കൂടുതൽ ഐക്യവും കരുത്തും ആവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന പശ്ചാത്തലം ഉണ്ടായി. ഹിന്ദുക്കൾ ഒരുമിക്കേണ്ടതും ശാക്തീകരിക്കേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞു. നിലവിൽ പക്ഷേ സമൂഹത്തിന് ഭീഷണികളൊന്നുമില്ല, പക്ഷേ ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഹിന്ദു ജനസംഖ്യ കുറയുന്നതിലെ ആശങ്ക മോഹൻ ഭാഗവത് പങ്കുവച്ചു. ഒപ്പം ശരാശരി ജനനിരക്ക് 3 താഴെയുള്ള സമൂഹങ്ങൾ ഭാവിയിൽ അപ്രത്യക്ഷമാകാൻ ഇടയുണ്ട് എന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുകയും മറ്റും ചെയ്തത്. നമ്മുടെ കുടുംബങ്ങൾ ഈ നീതിയോട് പ്രതിജ്ഞാബദ്ധമായിരിക്കണം, ഒപ്പം കുടുംബങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും എല്ലാവരും പ്രതിജ്ഞാബദ്ധമായിരിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. നേരത്തെ തന്നെ പറഞ്ഞതുപോലെ രാജ്യത്ത് ഭൂരിപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നും എല്ലാവരും ഒരു സമൂഹമാണെന്നും മറ്റുമുള്ള പ്രസ്താവനയിലൂടെ മോഹൻ ഭാഗവത് ശ്രദ്ധയർച്ചിരുന്നു. അതിനൊപ്പമാണ് ഇപ്പോൾ ഇത്തരത്തിൽ 3 കുട്ടികൾ വേണം എന്ന പ്രസ്താവന. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മതസ്പർദ്ധയുടെ പേരിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയ്ക്കും ഹാലിനും തടയിട്ട സെൻസർ ബോർഡ് കേരള സ്റ്റോറിയുടെ 2ാം ഭാഗത്തിന് പച്ചക്കൊടി വീശി. ചിത്രത്തിന് UA 16+ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു. ചിത്രം ഫെബ്രുവരി 27 പ്രദർശനത്തിന് എത്തും. 2023 പുറത്തിറങ്ങിയ വിവാദ ചിത്രം ദി കേരള സ്റ്റോറിയുടെ 2ാം ഭാഗമാണ് ദി കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട്. ആദ്യ ഭാഗത്തിന്റെ നിർമ്മാതാവായ വിപുൽ അമൃത്ലാൽ ഷായാണ് ഇതിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. കാമഖ്യ നാരായൺ സിംഗ് ആണ് സംവിധാനം. ഉൽഖ ഗുപ്ത, അദിതി ഭാട്ടിയ, ഐശ്വര്യ ഉജ്ജ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ആദ്യ ഭാഗത്തിന് സമാനമായി 2ാം ഭാഗത്തിലും പ്രണയം നടിച്ചുള്ള ഇസ്ലാമിക മതപരിവർത്തനം തന്നെയാണ് ചർച്ചാ വിഷയം. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്നും ശരീഅത്ത് നിയമം നടപ്പിലാക്കുമെന്നും പറയുന്ന ഡയലോഗുകളോടെയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ആരംഭിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ കേരളം മാത്രമായിരുന്നു ചർച്ചാ വിഷയമെങ്കിൽ 2ാം ഭാഗത്തിൽ രാജസ്ഥാനും മധ്യപ്രദേശുമെല്ലാം കഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. 3 സംസ്ഥാനങ്ങളിലെ 3 പെൺകുട്ടികളെ പ്രണയം നടിച്ച് മതപരിവർത്തനം നടത്തുന്നതാണ് പ്രമേയം. ഹിന്ദു പെൺകുട്ടികളെ ഇസ്ലാം മതസ്ഥരാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ട്രെയിലറിൽ മുസ്ലിം വേഷധാരിയായ ഒരാൾ പറയുന്നുണ്ട്. കേരളത്തിലെ ഹിന്ദു മതസ്ഥയായ ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ട്രെയിലറിലെ രംഗം ഇതിനോടകം നിരവധി വിമർശനങ്ങൾ വാരിക്കൂട്ടിയിരുന്നു. കടുത്ത മതസ്പർദ്ധയുണ്ടാക്കുന്ന ഡയലോഗുകളും മുസ്ലിം മതസ്ഥരെ മോശക്കാരായി ചിത്രീകരിക്കുന്ന രംഗങ്ങളുമാണ് ദി കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ടിന്റെ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ചിത്രത്തിന് സെൻസർ ബോർഡ് പച്ചക്കൊടി വീശിയിട്ടുണ്ട്. UA 16+ സർട്ടിഫിക്കറ്റാണ് 131 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയ്ക്ക് അനുവദിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 27 ഇത് തിയേറ്ററുകളിലെത്തും. വെറും ജാനകി എന്ന പേരിന്റെ കാര്യത്തിൽ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെയും ബീഫ് ബിരിയാണിയുടെയും ധ്വജപ്രണാമം എന്ന ഡയലോഗിന്റെയും പേരിൽ ഹാലിന്റെ നിർമ്മാതാക്കളെ കോടതി കയറ്റിയിട്ടുള്ള ചരിത്രമുള്ളവരാണ് ഇന്ത്യയിലെ സെൻസർ ബോർഡ്. തമിഴ് നടനും TVK നേതാവുമായ വിജയുടെ ജനനായകൻ എന്ന ചിത്രം സെൻസർ ബോർഡ് ഇന്നേ വരെ വെളിച്ചം കാണിച്ചിട്ട് പോലുമില്ല. ജനുവരി 9 ചിത്രം റിലീസ് തീരുമാനിച്ചിരുന്നത്. സൈന്യത്തെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്നും പറഞ്ഞാണ് മാസങ്ങളായി ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് തടഞ്ഞുവെച്ചിരിക്കുന്നത്. അടുത്തിടെ ഇത്രയധികം കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള സെൻസർ ബോർഡാണ് ട്രെയിലറിൽ തന്നെ വിദ്വേഷം പങ്കുവച്ചിട്ടുള്ള ദി കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ടിന് പച്ചക്കൊടി അനുവദിച്ചിരിക്കുന്നതെന്നതാണ് വിചിത്രം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. US-ഉമായുള്ള ആണവ ചർച്ചയ്ക്കിടെ അപ്രതീക്ഷിത മിസൈൽ വർഷവുമായി ഇറാൻ. സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിൽ ചില ഭാഗങ്ങൾ മണിക്കൂറുകളോളം അടച്ചിട്ടു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയെന്നായിരുന്നു ഇറാന്റെ നീക്കം. ഇതിനിടെ ജനീവയിൽ നടന്ന ആണവ ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കി. US-മായി ജനീവയിൽ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഹോർമുസ് കടലിടുക്കിലേക്കുള്ള ഇറാന്റെ അപ്രതീക്ഷിത മിസൈൽ വർഷം.
ഇറാന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ് നടത്തിയ സൈനിക അഭ്യാസമായിരുന്നു ഇതെന്ന് വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്തു. ഇതിനെ തുടർന്ന് മണിക്കൂറുകളോളമാണ് ഹോർമുസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ ഷിപ്പിംഗ് സുരക്ഷ കണക്കിലെടുത്ത് അടച്ചിട്ടത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന പാതയാണിത്. ഇറാന്റെ ആണവ നിലയങ്ങൾ B-20 ബോംബറുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുമെന്ന US പ്രസിഡന്റിന്റെ ഭീഷണിക്ക് മറുപടിയായിരുന്നു സൈനികാഭ്യാസമെന്നാണ് സൂചന. മിസൈൽ വർഷത്തിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവനയും പുറത്തുവന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സേനയ്ക്ക് കിട്ടുന്ന അടി ചിലപ്പോൾ അവരെ തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം തളർത്തിയേക്കാമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനിടെ ജനീവയിൽ വെച്ച് ഇറാനും US-നും ഇടയിലെ 2ാം ഘട്ട ആണവ ചർച്ചകൾ നടന്നു. ഒമാന്റെ മധ്യസ്ഥതയിലായിരുന്നു ചർച്ച. ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്നും പൊതുവായ ചില തത്വങ്ങളിൽ ധാരണയായെന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. എന്നാൽ ഉടനൊരു കരാറിലെത്താൻ കഴിയില്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. US-ന് വേണ്ടി സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ മഞ്ഞുരുകുന്നു. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ധാക്കയിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ പിന്നാലെയാണ് സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ക്ഷണക്കത്ത് കൈമാറിയത്. അയൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി ഇന്ത്യ ഒപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. ഒരു ജനാധിപത്യപരവും പുരോഗമനപരവുമായ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നരേന്ദ്രമോദിക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായുള്ള മുൻകൂട്ടി നിശ്ചയിച്ച കൂടിക്കാഴ്ച ഉള്ളതിനാൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പകരമാണ് ഓം ബിർള ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബംഗ്ലാദേശിലെത്തിയത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിന്റെ കാരണങ്ങൾ തേടി കേരള പോലീസും 2 SP-മാർ കർണാടക SIT-യുമായി ബന്ധപ്പെട്ടു. വ്യവസായവുമായി ബന്ധപ്പെട്ട നഷ്ടമോ വ്യക്തിപരമായ സമ്മർദ്ദമോ ബാഹ്യപ്രേരണയോ ആത്മഹത്യയ്ക്ക് കാരണമായിരിക്കാമെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും വിവരങ്ങൾ നൽകണമെങ്കിൽ ഔദ്യോഗികമായി ആവശ്യപ്പെടണമെന്നുമാണ് കർണാടക SIT-യുടെ നിലപാട്. ആലപ്പുഴയിൽ സ്വകാര്യ റിസോർട്ടിന്റെ ഭൂമി ഇടപാടുകളുടെ പേരിൽ ദുരിതത്തിലായി 52ഓളം കുടുംബങ്ങൾ. മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ 23-ാം വാർഡിലെ ജനങ്ങൾക്കാണ് റിസോർട്ട് മാഫിയയുടെ കടന്നുവരവോടെ നടവഴി പോലും നഷ്ടമായത്. പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുരുവി ആൻഡ് കുരുവി, മാരാരി ബീച്ച് വില്ല എന്നീ സംയുക്ത സംരംഭങ്ങളുടെ 25 ഏക്കറോളം വരുന്ന ഭൂമിയിൽ റിസോർട്ടിന്റെ ഭീമാകാരൻ കോമ്പൗണ്ട് വാൾ ഉയർന്നതോടെ ചതി മനസ്സിലാക്കിയ ജനം വഴിക്കായി പരക്കം പായുകയാണ്. ആദ്യം 7 ഏക്കർ ഭൂമിയാണ് റിസോർട്ട് വാങ്ങിയതെങ്കിൽ പിന്നീട് നിർബന്ധിത വിൽപ്പനയിലൂടെ 25 ഏക്കറോളം ഭൂമിയിലേക്ക് ഉടമകൾ എത്തിയെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. വിഴിഞ്ഞത്ത് ആരോഗ്യവകുപ്പിന്റെ പരിശോധന. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചതിൽ ആണ് പരിശോധന പുരോഗമിക്കുന്നത്. ഹോട്ടലിൽ നിന്ന് ശേഖരിച്ച ഭക്ഷണ സാമ്പിളുകളുടെ ഫലം ഇന്ന് പുറത്തുവരും. സംഭവത്തിൽ ഇതുവരെ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിച്ചിട്ടില്ല. കോഴിക്കോട് പാളയത്തെ ജയലക്ഷ്മി സിൽക്സിലുണ്ടായ തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ പരിശോധന. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ വിശദമായ പരിശോധന തുടരുകയാണ്. പരിശോധന പൂർത്തിയാക്കിയ ഫയർഫോഴ്സ് പ്രാഥമിക റിപ്പോർട്ട് പൂർത്തിയാക്കിയ ശേഷം പ്രാഥമിക റിപ്പോർട്ട് കളക്ടർക്ക് ഇന്ന് തന്നെ കൈമാറും. തീപിടുത്തത്തിന്റെ കാരണം അറിയില്ലെന്നും റംസാൻ വിഷു വിപണി ലക്ഷ്യമിട്ട് സംഭരിച്ച കോടികളുടെ സ്റ്റോക്ക് പൂർണ്ണമായും കത്തി നശിച്ചതായും ഉടമ പ്രതികരിച്ചു. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. നഗരമധ്യത്തിൽ ഇത്ര വലിയ ഒരു തീപിടുത്തം. ഈ തീപിടുത്തത്തിൻ്റെ തീ അണയ്ക്കാൻ ധാരാളം സമയമെടുത്തു എന്നുള്ളത് ഗൗരവതരമായ ഒരു സംഗതിയായി മാറിയിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, കോടികളുടെ നഷ്ടമാണ്. എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയൊക്കെ റിപ്പോർട്ട് അത് പ്രധാനമാണല്ലോ. രഞ്ജിത്ത്, വലിയ നഷ്ടം തന്നെയാണ് സ്ഥാപനത്തിന് ഉണ്ടായതെന്ന് നേരത്തെ ഉടമ തന്നെ വ്യക്തമാക്കിയിരുന്നു.
വിഷു ഒപ്പം റംസാൻ വിപണി, ഇത് രണ്ടും പ്രധാനപ്പെട്ട വിപണിയാണ്. പ്രത്യേകിച്ചും മലബാർ മേഖലയിലൊക്കെ റംസാൻ മുന്നിൽ കണ്ട് വലിയ തോതിലുള്ള സ്റ്റോക്ക് സംഭരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ കോടികളുടെ നഷ്ടം ഉണ്ടായി എന്നാണ് ഉടമ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അപകട കാരണം എന്താണ് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ അഗ്നിശമന സേന വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. അവരുടെ റിപ്പോർട്ട് ഇന്ന് തന്നെ ജില്ലാ കളക്ടർക്ക് നൽകും എന്ന് ആണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഈ ഷോർട്ട് സർക്യൂട്ട് പോലുള്ള വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുകളാണോ അപകടത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തുന്നതിനുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗങ്ങളാണ് സംശയമായി പറഞ്ഞിരുന്നത്. മൂന്നാം നിലയുടെ ഒരു ഭാഗത്തും ഒപ്പം ഈ ഗോഡൌണിന്റെ ഈ ഷോറൂമിന്റെ പിൻവശത്തുള്ള ഗോഡൌൺ ഭാഗത്തു നിന്നുമാണ് ആദ്യം തീ കത്തിയെന്നും. എന്തായാലും ഈ രണ്ടിടത്തെയും ഇലക്ട്രിക്കൽ സംവിധാനങ്ങളെ കുറിച്ചുള്ള വളരെ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകുകയും ചെയ്യും. എന്തായാലും കൃത്യമായ ഒരു വീഴ്ച ഈ സ്ഥാപനത്തിനുണ്ടായി എന്നൊരു വിലയിരുത്തലുണ്ട്. കാരണം 2023-ലും സമാനമായ രീതിയിലുള്ള ഒരു തീപിടുത്തം ഈ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇപ്പോൾ കത്തിയതിന്റെ പകുതിയിൽ താഴെ സ്റ്റോക്ക് മാത്രമാണ് നഷ്ടപ്പെട്ടത്. പക്ഷെ ആ ഒരു അപകടത്തിൽ നിന്നും ഒരു പാഠം സ്ഥാപനം ഉൾക്കൊണ്ടില്ല എന്ന വിമർശനം അല്ലെങ്കിൽ അത്തരമൊരു കണക്കൂട്ടൽ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഈ അത്തരമൊരു വലിയ തീപിടുത്തം ഉണ്ടായ ശേഷം ഈ ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ, ഈ അഗ്നിശമന സംവിധാനങ്ങളൊക്കെ കാര്യക്ഷമമായി സ്ഥാപനത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു. തീ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ അത് പുറത്തേക്ക് അറിയിക്കുന്ന അലാറം സംവിധാനങ്ങൾ അല്ലെങ്കിൽ അത് കെടുത്തുന്നതിനുള്ള മറ്റു സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത്തരത്തിൽ കാര്യമായി ഉണ്ടായിരുന്നില്ല. ഒപ്പം ഉള്ളിൽ ഈ കണക്കിൽപ്പെടാത്ത നിർമ്മിതികൾ അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ഥലം ഒന്നും വിട്ടു നൽകാതെയൊക്കെ സ്റ്റോക്ക് എടുത്തു വെച്ചിരുന്നു എന്നടക്കമുള്ള വളരെ വിശദമായ പരിശോധനകളുണ്ട്. എന്തായാലും തുണിത്തരങ്ങളായതുകൊണ്ടാണ് ഈ കത്തലിന്റെ ഒരു ആക്കം കൂടിയത്. ഈ കോട്ടൺ തുണികൾക്കൊപ്പം ഈ പോളിസ്റ്റർ തുണികളും സിൽക്ക് തുണികളും ഒക്കെ ഉണ്ട് ഈ ഷോപ്പിൽ. അതുകൊണ്ട് തന്നെ തീപിടിച്ച് പുറത്തുനിന്നും കെടുത്താൻ സാധിക്കുമെങ്കിൽ പോലും പിന്നീട് വീണ്ടും അത് പുകഞ്ഞുകൊണ്ട് കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് യൂണിറ്റ് ഫയർഫോഴ്സ് പ്രവർത്തിച്ചിട്ടും ശരി. നേരത്തെ ഉടമ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ഉടമയുടെ വാക്കുകളിലേക്ക്. ഒരു വിലയിരുത്തൽ നമുക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. തീപിടുത്തം ഇങ്ങനെ ഉണ്ടായി, എങ്ങനെ അത് പെട്ടെന്ന് അറിഞ്ഞു വന്നപ്പോഴും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത രീതിയിലായി. സ്റ്റാഫിൻ്റെ ഇവിടെ സിസ്റ്റമൊക്കെ ഉണ്ട്, ഫയർ എക്സ്റ്റിംഗ്വിഷറും മറ്റും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ഏരിയയിൽ സ്റ്റോക്ക് വെച്ച റിസർവ് സ്റ്റോക്ക് ഇങ്ങനെ എക്സ്ട്രാ സ്റ്റോക്ക് വയ്ക്കുന്ന ഏരിയയിൽ തീപിടുത്തം, അത് അവിടെ സാധാരണ പെട്ടെന്ന് സ്റ്റാഫ് ആരും പോകാറില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ. അവിടെ ഇത് പുകയുണ്ടായി, പുകഞ്ഞ് റെഡിയായി. അത് അറിഞ്ഞിങ്ങനെ തപ്പി വന്ന സ്മെല്ല് വന്നിങ്ങനെ തപ്പി വന്നപ്പോഴും അവിടെ പോഴേക്കും ഡോർ തുറന്നപ്പോൾ ഭയങ്കര പുകയും തീയാണ് വന്നത്. അത് അവിടെ നമുക്ക് ഒരു ഇത് പറ്റി വെച്ചാൽ ആ ആഡ് ചെയ്ത് വന്നപ്പോൾ സ്റ്റാഫും എല്ലാവരും പേടിച്ചു, അന്താളിച്ച് പേടിച്ചു പോയി. അവരങ്ങ് പെട്ടെന്ന് വേഗം എല്ലാ കസ്റ്റമേഴ്സിനെയും, ഏറ്റവും ഭാഗ്യം എന്ന് പറയാമെന്ന് വെച്ചാൽ എല്ലാ കസ്റ്റമേഴ്സിനെയും എല്ലാ സ്റ്റാഫിനെയും ഇറക്കി അവിടെ സ്റ്റോപ്പിൽ നിന്ന് വേറെ ഇറക്കി. ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. ഒരു കുഴപ്പം ഒരു പ്രശ്നം ആർക്കും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു ഭാഗ്യം, ദൈവാധീനം എന്ന് പറയാം. ഷോർട്ട് സർക്യൂട്ട് ആവാം എന്നാണ് എൻ്റെ കൂടുതൽ ബലമായ സംശയം. പക്ഷേ അത് ഡിപ്പാർട്ട്മെൻറ്റും ഗവൺമെൻറ് മിഷണറിയാണ് തീരുമാനിക്കുന്നത്. ഫയർ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അവരൊക്കെ തീരുമാനിക്കേണ്ടത്, അവരന്വേഷിക്കണം. മൂവാറ്റുപുഴ നഗരമധ്യത്തിൽ വൻ തീപിടുത്തമുണ്ടായ ഉച്ചയ്ക്ക് 12:30യോടെയാണ് ടൗൺ UP സ്കൂളിന് പിന്നിലെ സ്റ്റേഡിയത്തിന് സമീപം തീപിടുത്തമുണ്ടായത്. കരിഞ്ഞുണങ്ങിയ പുല്ലുകൾക്കാണ് ആദ്യം തീപിടിച്ചത്. 1 ഏക്കറോളം വരുന്ന ഗ്രൗണ്ട് പൂർണ്ണമായും കത്തി നശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല, ആർക്കും പരിക്കുകളുമില്ല. തീ വേഗത്തിൽ പടരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ 2 യൂണിറ്റ് സ്ഥലത്തെത്തി. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. അപകടത്തെ തുടർന്ന് ടൗൺ UP സ്കൂളിനും അംഗനവാടിക്കും അവധി പ്രഖ്യാപിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണത്തിന് ഗ്രാമിന് 22 ക്യാരറ്റ് 14,135, പവന് 11,380. 1,13,080. സ്വർണ്ണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,680, പവന് 93,440. വെള്ളി ഗ്രാമിന് 255, കിലോയ്ക്ക് 2,55,000.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jeweler. സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും.